ഹായ്, അങ്ങനെ ഇന്ന് സൺഡേ ഞങ്ങൾ HSR ലേഔട്ട് വന്നത് കേട്ടോ. ഞങ്ങൾ ഈ ഭാഗത്തോട്ടൊക്കെ ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ തേടി പിടിച്ചൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അങ്ങനെ വന്നതാണ്. വന്ന ഉടനെ ഒന്നും നോക്കിയില്ല, സൂപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ മട്ടൺ സൂപ്പ് വന്നു. ഞങ്ങൾ 4 പേര് സൂപ്പ് കുടിച്ചു. സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവർ സ്റ്റാർട്ടർ കൊണ്ടുവന്നു. ഞങ്ങൾ മിക്സ് കബാബാണ് മേടിച്ചത്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നു. അതെല്ലാവരും ഓരോ പീസ് 2 പീസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു പുതിയ വിഭവം വന്നു. ഇതിന് പറയുന്നത് നാലുകെട്ടെന്ന് പറയും. ഈ നാലുകെട്ട് സംഭവമാണ് വന്നേക്കുന്നത്. പലതരത്തിലുള്ള സാധനങ്ങൾ 4 ചട്ടിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ ആദ്യമേ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അത് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. വെച്ചതിന് ശേഷം പിന്നെ അവർ കൊണ്ടുവന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് തരുന്നുണ്ട്. ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചട്ടി പൊറോട്ടയാണ്. ഈ ചട്ടി പൊറോട്ട എന്ന് പറയുമ്പോൾ ചട്ടിക്കകത്ത് പൊറോട്ട ഇട്ടിട്ട് അതിനകത്ത് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് അതിനകത്ത് പിന്നെ 2 പീസ് മുട്ടയും അതുപോലെ തന്നെ കബാബും ഒക്കെ വെച്ചിട്ട് ഉള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതവർ പീസായിട്ട് മുറിച്ചേം വെച്ച് ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ആദ്യം അവരതൊന്ന് മുറിച്ചൊന്ന് സെറ്റാക്കുകയാണ്. മുറിച്ചൊന്ന് സെറ്റാക്കിയാൽ വെച്ച് 4 പീസായിട്ടത് മുറിച്ചതിന് ശേഷം എല്ലാവർക്കും വിളമ്പി തരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവരിത് വിളമ്പി തരുന്നതുകൊണ്ട് കാര്യം, കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ വിളമ്പാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇവർക്കൊക്കെ ആകുമ്പോൾ അത് വിളമ്പാനുള്ള ഒരു നാക്ക് ഉള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് വിളമ്പി തരും. അങ്ങനെ എന്തോ ആയാലും ഞങ്ങൾക്ക് 4 പേർക്കും അങ്ങനെ ചട്ടി പൊറോട്ട വിളമ്പി തന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. ഞങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഹോട്ടലുകളിൽ പോകുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പുതിയ പുതിയ അനുഭവങ്ങൾ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ഓരോരോ ടേസ്റ്റ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പല ഹോട്ടലുകളിൽ പോകുമ്പോൾ പല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വന്നിട്ട് പാൽക്കപ്പയാണ്. പാൽക്കപ്പയുടെ കൂടെ മീൻകറിയാണ് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന പീസ് മീനാണ്. എനിക്കൊന്ന് ചൂര മീനാണെന്ന് കഴിച്ചിട്ട് ചൂര മീനാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലൈം സോഡയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ആ ലൈം സോഡയും കൂടെ കുടിക്കുമ്പോൾ ഡൈജസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തതാണ്. അത് കഴിഞ്ഞത് അടുത്തത് വന്നിട്ട് ഗീ റൈസും മട്ടനുമാണ്. ഇത് ഒരു ചട്ടിക്കകത്ത് നമ്മൾ കാണുമ്പം വലിയ ഇതായിട്ട് തോന്നുമെങ്കിലും ഒരുപാടൊന്നുമില്ല. നമുക്ക് 4 പേർക്ക് ധാരാളമായിട്ട് കഴിക്കാനുണ്ട് കേട്ടോ. ഇത് എല്ലാവരും കഴിച്ച് തീർത്തെങ്കിലല്ലേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കുറേശ്ശെ കുറേശ്ശെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇതിപ്പോൾ 3ാമത്തെ ഐറ്റമാണ്. ഇനി ഒരു ഐറ്റം കൂടെ ബാക്കിയുണ്ട്. ഇനി അടുത്തത് ബിരിയാണിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതുകൂടെ കഴിച്ചിട്ട് വേണം അടുത്ത ബിരിയാണി കഴിക്കാൻ. ഇവർ ഇതിനകത്ത് പറഞ്ഞത് 3 to 4 മെമ്പേഴ്സിന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ ഇത് മേടിച്ചതിൻ്റെ കൂടെ ആ സ്റ്റാർട്ടർ, ആ കബാബും അതെല്ലാം കൂടെ ഒക്കെ കഴിച്ചപ്പോഴത്തേന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു കേട്ടോ. ഇനി ലാസ്റ്റിലത്തെ ബിരിയാണിയാണ്. ബിരിയാണിയും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തന്നു. ഇനി ഇതുകൂടെ ഒന്ന് തീർക്കണം. ആക്ച്വലി കഴിക്കാനിരിക്കുന്നതിന് മുന്നേ അപ്പൂസ് പറയുന്നുണ്ടായിരുന്നു ഇത് 4 പേർക്ക് തികയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്പൂസിനാണ് കഴിക്കാൻ പറ്റാത്തത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. ഇത് എങ്ങനെ തീർക്കുന്നതെന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ അതങ്ങ് കഴിച്ച് തീർത്തു കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ഫലൂഡ ഓർഡർ ചെയ്തായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര എരിവൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇച്ചിരി സ്വീറ്റ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫലൂഡ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ഒരെണ്ണേ മേടിച്ചോളൂ. അപ്പോൾ ഒരെണ്ണം 4 പേർക്കൂടെ കുറേശ്ശെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊരു ഫലൂഡയും കൂടെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഫലൂഡയും കൂടെ കഴിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.